എൻ്റെ ഭർത്താവ് വിദേശത്താണ്. സ്ത്രീകൾക്ക് പുരുഷവേഷം ധരിക്കാൻ പാടില്ലല്ലോ. ഉം. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഒറ്റയ്ക്കുള്ള അവസരങ്ങളിൽ പുരുഷന്മാരുടെ ഡ്രസ്സും ഷോർട്സ് ടൈപ്പ് ഡ്രസ്സും ഒക്കെ അണിയുന്നതിൽ വിരോധമുണ്ടാകുമോ? അവൻ്റെ ഓഫീസിലുള്ള സ്ത്രീകൾക്കും പുറത്തുള്ളവരുമൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളാകുമ്പോൾ അവർ അവരിലേക്ക് ആകർഷിക്കാതിരിക്കാൻ സ്വന്തം ഭാര്യയെ അങ്ങനെ കാണുന്നത് നല്ലതല്ലേ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൻ്റെ ഉള്ളിലായാലും വീട്ടിൻ്റെ പുറത്തായാലും ഹറാമായ ഒരു വസ്ത്രവും ധരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് ആണ് പെണ്ണിൻ്റെ വസ്ത്രം ധരിക്കുകയും പെണ്ണ് ആണിൻ്റെ വസ്ത്രം ധരിക്കുകയും ചെയ്യുക എന്നത്. ഇപ്പോൾ ഒരു ആണ് ഒരു പെണ്ണിൻ്റെ ചുരിദാറിട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളതൊരു വളരെ മോശമായിട്ടല്ലേ കാണുന്നുള്ളൂ. ഒരു പെണ്ണിൻ്റെ സാരി ചുറ്റിയിട്ടൊരാണ് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റിയതാകട്ടെ പറ്റാത്തതാകട്ടെ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സായി അറിയപ്പെട്ടതാണല്ലോ അത്. അതൊരു പുരുഷൻ ധരിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അതൊരിക്കലും ഒരു വ്യക്തിത്വത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ്. ആണ് പെണ്ണിൻ്റെ ഡ്രസ്സ്. ഇതേപോലെ തന്നെയാണ് ഇസ്ലാം ഏതിനെയും കാണുന്നത്, പെണ്ണ് ആണിൻ്റെ ഡ്രസ്സ് ഇടുന്നതിന്. ഇതുപോലെ തന്നെയാണ് ആ ഒരു പെണ്ണിൻ്റെ വ്യക്തിത്വത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് ആണിൻ്റെ ഡ്രസ്സ് എടുത്ത് പെണ്ണ് ധരിക്കുക എന്നത്. ആണിൻ്റെ ഡ്രസ്സായി സമൂഹത്തിൽ അറിയപ്പെട്ട കുറേ ഡ്രസ്സുകളുണ്ടല്ലോ, അത് പെണ്ണ് ധരിക്കുന്നത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു? നമ്മുടെ ഈ വ്യക്തിത്വവും അതേപോലെ തന്നെ ഈ ബോധവും ഒക്കെ സമൂഹത്തിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെണ്ണുങ്ങൾ ധാരാളമായി ആണുങ്ങളുടെ ഡ്രസ്സുകൾ ധരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഡ്രസ്സിൻ്റെ കോഡ് തന്നെ വന്നത് യൂണിസെക്സ്, ആണിനും പെണ്ണിനും ഒരുപോലെ ധരിക്കാവുന്ന ഡ്രസ്സുകൾ എന്ന നിലക്ക് വന്നിട്ടുണ്ട്. അതൊന്നും ഒരു ഇസ്ലാമികമായ രീതിയല്ല. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കിപ്പോൾ നമ്മൾ ഒരു സാരി ധരിച്ചുകൊണ്ട് ഒരു ആണിങ്ങനെ ഒരു ഓഫീസിൽ വരുന്നത് നമ്മളെങ്ങനെയാണ് കാണുന്നത്? എന്നാൽ അതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് മനുഷ്യ സമൂഹം. ഇന്ന് ജെൻഡർ ന്യൂട്രാലിറ്റി അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ ആണായി പറന്നിട്ടും ഞാൻ പെണ്ണാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ പെണ്ണായി ചുണ്ടിൽ ചുവപ്പിച്ചിട്ട് നഖം നീട്ടി വളർത്തുകയും അതിൽ കളറുകൾ ഇടുകയും ഒക്കെ ചെയ്ത് ഒരു പെണ്ണിൻ്റേത് പോലുള്ള വസ്ത്രം ധരിച്ച് പലപ്പോഴും സാരി തന്നെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ആണുങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു വിഭാഗത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി സമീപ ഭാവിയിൽ ഇതെന്തായിരിക്കാം? ഇന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രം ധരിക്കുന്നത് ഒരു സാർവത്രികമായി മാറിയതുപോലെ ആണ് പെണ്ണിൻ്റെ വസ്ത്രം ധരിക്കുന്നതും അടുത്ത ഭാവിയിൽ ഈ രൂപത്തിൽ തന്നെ ആയി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താപ്പോൾ എല്ലായിടത്തും ആയില്ലേ? ഇന്ന് നമുക്കത് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ത് എന്ന് കൃത്യമായി 1400 വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം കൊണ്ട് ആണും പെണ്ണും തിരിച്ചറിയപ്പെടണം. വസ്ത്രം ഒരാളുടെ ഐഡൻറ്റിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആണിന് ആണിൻ്റേതായ ഒരു വസ്ത്രധാരണ രീതി ഇസ്ലാം നിശ്ചയിച്ചു, പെണ്ണിന് പെണ്ണിൻ്റേതായ ഒരു വസ്ത്രധാരണ രീതി ഇസ്ലാം നിശ്ചയിച്ചു. ഇത് ആണിൻ്റേത് പെണ്ണും ധരിക്കാൻ പാടില്ല, പെണ്ണിൻ്റേത് ആണും ധരിക്കാൻ പാടില്ല. അത് എവിടെ പറ്റില്ല? അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴും സ്ഥാപനത്തിൽ പോകുമ്പോഴും മാത്രമല്ല, എവിടെയും പറ്റില്ല. ഇപ്പോൾ ഒരു സാരി എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അത് എവിടെയും പറ്റില്ല, വീട്ടിൻ്റെ ഉള്ളിലും പറ്റില്ല. പിന്നെ ഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെയാണ്, ഓഫീസിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് എന്നതുകൊണ്ട് ഭാര്യ അവരെ പോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. വസ്ത്രം കൊണ്ട് മാത്രം മറ്റൊരാളെ ആകർഷിക്കുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ, അയാൾ ഭാര്യ ഇതിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ആകർഷിക്കുന്ന രൂപം തന്നെയാണ് ഓഫീസിൽ പോയാൽ. അവിടെയൊക്കെ ഇസ്ലാമിന് കൃത്യമായൊരിതുണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ. മുഅ്മിനീങ്ങളോട് എന്ത് പറയുക? അവരവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. ഓഫീസിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയൊക്കെ വസ്ത്രം, ഇനി ഗൾഫ് വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വസ്ത്രം ഒരു പുരുഷന് നോക്കാൻ പറ്റിയ വസ്ത്രമല്ല പലതും. പുരുഷനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്.
പൊതുജനങ്ങളുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യണില്ല, ഇവിടെ പീസ് റേഡിയോയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മുസ്ലിങ്ങളുടെ ഈ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ണ് താഴ്ത്തുക, നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകൾ വരാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് റബ്ബിന് വെറുപ്പുള്ള കാര്യമാണല്ലോ ഈ സമൂഹമൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതുകയും അതിനോട് വെറുപ്പ് പുലർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു പുരുഷൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ എൻ്റെ പെണ്ണുങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ധരിച്ചിരുന്നെങ്കിൽ എന്നല്ല. എന്നാൽ ഒരു പെണ്ണിന് ധരിക്കാവുന്ന, ഒരു പുരുഷന് ആകർഷകത്വം തോന്നുന്ന വസ്ത്രം ആ വീട്ടിൻ്റെ ഉള്ളിൽ അയാളുടെ മുന്നിൽ അവൾക്ക് ധരിക്കുന്നതിന് യാതൊരു പ്രശ്നമല്ല. പക്ഷേ ഒരു പെണ്ണിന് പറ്റിയത്, ഇപ്പോൾ പാൻറ്റ്, അതിനാണെന്നുണ്ടെങ്കിൽ പാൻറ്റ്, സ്ത്രീകളുടേതായ പാൻറ്റുകളുണ്ടല്ലോ അല്ലേ, ടീഷർട്ടുകളാണെന്നുണ്ടെങ്കിലും സ്ത്രീകളുടേതായി അറിയപ്പെടുന്ന, പെണ്ണുങ്ങൾ അല്ലാത്ത മറ്റൊരാളും ഇടാത്ത രൂപത്തിലുള്ളത്, അത് വീട്ടിൻ്റെ ഉള്ളിൽ അവൾക്ക് എന്ത് ചെയ്യാം, ധരിക്കാം. പുറത്തേക്ക് അത് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ രൂപത്തിലൊക്കെ, അപ്പോൾ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ധരിക്കാം, പുറത്തേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള വസ്ത്രം പർദ്ദ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ അനുവദനീയമാണ് എന്നല്ലാതെ ഒരു പുരുഷൻ്റെതായി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പുരുഷൻ്റെ വസ്ത്രവും സ്ത്രീയുടെ വസ്ത്രവും ഒരേപോലെയായിട്ട് ഇന്ന് അറിയപ്പെടുന്ന യൂണിസെക്സ് ഡ്രസ്സുകൾ ഇതാര് ധരിക്കാൻ പാടില്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ധരിക്കാൻ പാടില്ലാത്തതാണ് എന്ന്. അത് വീട്ടിലും പറ്റില്ല, ഭർത്താവിൻ്റെ മുന്നിലും പറ്റില്ല, പുറത്തും പറ്റില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയൊക്കെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവസാന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നത് കുറച്ച് പ്രയാസമാണ് എന്ന്. ആ പ്രയാസം നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു വസ്ത്രധാരണത്തിൻ്റെ രൂപത്തിലായിരിക്കാം. എങ്ങനെയായാലും അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.